അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചായക്കടയിൽ കിട്ടുന്ന മുളക് പൊടി ഉണ്ടാക്കാമെന്ന്. കുറേ നാളായിട്ട് മുളക് പൊടി ഉണ്ടാക്കിയിട്ട് 10 ദിവസത്തിന് മുമ്പ് നമ്മൾ ചായക്കട കടത്തിവിടുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് മുളക് പൊടി ഉണ്ടാക്കി നോക്കാം. നമുക്ക് മുളക് പൊടിക്കുള്ള സാധനങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടുത്താം കേട്ടോ. 3/4 കിലോ മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3 സവാള, ഒരു 6 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് വേപ്പില. അത് തന്നെ നമുക്ക് സവാള അരിഞ്ഞെടുക്കാം കേട്ടോ. സവാളയുടെ കൂനിലൊക്കെ കളയട്ടെ. സവാള നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. സവാള ഒരു 300 ഗ്രാം ഇട്ടുള്ളത്. ഒരു ഗുരുന്ന് അരിഞ്ഞെടുക്കണം ഇങ്ങനെ. സവാള അരിഞ്ഞ് കഴിഞ്ഞിട്ടാ നമുക്ക് മൈദയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ പച്ചമുളക് നമുക്ക് കുരുന്ന് അരിയാം. ഒരു 6 പച്ചമുളക് ഉണ്ട് കേട്ടോ. അതാണ് കുരുന്ന് അരിഞ്ഞിട്ട് കൊടുത്തേക്കാം. മുളകൊക്കെ ചെറിയൊരു എരിവ് നല്ലതാണല്ലോ. ഒരു 6 പച്ചമുളക് എന്ന് പറഞ്ഞാൽ നല്ലോണം എരിവ്, അത്യാവശ്യം എരിവ് ഉണ്ടാവും. പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. നമുക്ക് ഇഞ്ചി അരിഞ്ഞെടുക്കാം കേട്ടോ. കുരുന്ന് അരിയാട്ടോ ഇഞ്ചി. ഈരപ്പൊടി പോലെ അരിയാം. അപ്പം ഇഞ്ചി കുരുന്ന് അരിഞ്ഞതാണ് ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. വലിയ കഷ്ണം ഇഞ്ചിയാണ്. വേപ്പില കുറച്ചുണ്ട്, ഇതായിട്ട് കൊടുത്തേ കേട്ടോ. കുരുന്ന് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കാൻ നല്ലതാണ്. വേപ്പില കുരുന്ന് അരിഞ്ഞിട്ട് കേട്ടോ. നമുക്കത് ഇട്ട് കൊടുത്തേ കേട്ടോ. ഉപ്പ് നമുക്കൊരു ടീസ്പൂൺ ഇട്ട് കൊടുത്തേക്കാം കേട്ടോ. ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കാം. വെള്ളം നമുക്ക് ആവശ്യമുള്ള ഒഴിച്ചു കൊടുക്കാം. ഒരല്പം ഈസ്റ്റ് ഇടണം കേട്ടോ. ഒരു പൊടിക്കിട്ടാൽ മതി. അല്ലെങ്കിൽ അപ്പത്തിൻ്റെയോ ദോശയുടെ മാവിൻ്റെ ഒരല്പം ഒഴിച്ചാൽ പുളി പെട്ടെന്ന് ആയിക്കോളും. മാവ് പൊങ്ങാൻ വേണ്ടിയാണ് കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. വെള്ളം കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഒഴിച്ചു കൊടുത്താൽ കേട്ടോ. ഒന്നിച്ച് വെള്ളം ഒഴിച്ചാൽ പിന്നെ ചിലപ്പോൾ വെള്ളം കൂടിപ്പോയാലും പണിയാണ്. അതേ മുളകുടെ മാവ് നന്നായിട്ട് കുഴച്ച് വന്നിട്ട് കേട്ടോ. ഇനി നമുക്കൊരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇത് ചുട്ടാൽ മതി. അപ്പം നന്നായിട്ട് പുളിച്ച് തന്നാൽ നന്നായിട്ട് പൊങ്ങി വരും, സോഫ്റ്റായി പോകും. പുളിമാവൊന്നും ഒഴിക്കാത്തതാണ്. പുളിമാവ് ഒഴിക്കുകയാണെങ്കിൽ പെട്ടെന്ന് ആവും കേട്ടോ. നമ്മൾ ഉള്ളിൽ ഈസ്റ്റ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇച്ചിരി സമയം വെക്കണം. വയ്ക്കുന്നവരും നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമ്മുടെ മുളകുടെ മാവ് ഇപ്പോൾ 2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായിട്ട് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഓയിലാണ് കേട്ടോ, പാം ഓയിൽ. അപ്പം എണ്ണ ചൂടായിട്ട് നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. മുളകുടെ ശരിക്കും പൊങ്ങിയുണ്ട്. അപ്പോൾ ഒരു സൈഡ് മൂത്തിട്ട് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം കേട്ടോ. മാവ് നന്നായിട്ട് പൊങ്ങിയിട്ട് കേട്ടോ.
അപ്പോൾ വേവായിട്ടുണ്ട്, നമുക്ക് കോരിയെടുക്കാം കേട്ടോ. ഓരോ പ്രാവശ്യം നമ്മൾ ഇടുമ്പോൾ വെള്ളത്തിൽ മുക്കണോട്ടൊക്കെ ആയി അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഒരു നുള്ളി സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു നുള്ളി സോഡാപ്പൊടി ഇട്ടിട്ടുണ്ട്, നമ്മൾ പറയാൻ മറന്നുപോയതാണ്. അപ്പം നമുക്ക് കോരിയെടുക്കട്ടെ രണ്ടാമത്തത്. അത് കോരിയെടുക്കാം. നമ്മൾ അധികം അങ്ങോട്ട് കരിക്കല കേട്ടോ, ഒരു ആവറേജിൽ എടുക്കുള്ളൂ. ഒരുപാട് കരിഞ്ഞാൽ സവാളയൊക്കെ കൈപ്രസം വരും. ഈ മുളകുടനെ നമ്മൾ ആലപ്പുഴ സൈഡൊക്കെ ബോണ്ടാന്ന് എന്താ പറയണേ, ചില സൈഡൊക്കെ അതിന് പല പല പേരുകളാണ്. ക്യാമറമാൻ പറഞ്ഞാലും ഈ ട്രിപ്പ് ഒന്ന് മുറിച്ചെടുത്തേക്കാണില്ല. അപ്പോൾ ലാസ്റ്റ് ട്രിപ്പ് ഉണ്ടോ? നമ്മളെ മുളക് നന്നായിട്ട് മുരിഞ്ഞിട്ട് കേട്ടോ, നല്ല ക്രിസ്പി ആയിട്ട് ചെയ്യുന്നതാ. സെറ്റപ്പ് നല്ല ഇതുണ്ട്, നല്ല പഞ്ഞി പോലെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് കഴിച്ചു നോക്കാം. സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. എല്ലാവരും കാര്യമായിട്ട് സപ്പോർട്ട് ചെയ്യണം.